ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 1-ാം വാക്യം. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനാൽ ദൈവിക ദാനമായ ഈ ജീവിതത്തെ നാം നിരസിക്കുന്നതും ബഹുമാനിക്കാതിരിക്കുന്നതും ദൈവത്തെ നിരസിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിൽ തൻ്റെ ജീവിതം ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിച്ച വ്യക്തിയായിരുന്നു ഗായോസ്. ഈ പേരിൻ്റെ അർത്ഥം പ്രശംസാർഹം എന്നതാണ്. റോമ സാമ്രാജ്യത്തിൽ സർവ്വസാധാരണമായ ഒരു പേരായിരുന്നു ഗായോസ് എന്നത്. ഈ പേര് പുതിയ നിയമത്തിൽ 5 വ്യക്തികൾക്ക് കാണപ്പെടുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ 3-ാം ലേഖനത്തിൽ അഭിസംബോധന ചെയ്യുന്ന ഗായോസിനെ കുറിച്ചാണ്. ഗായോസിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ദൈവസ്നേഹത്തിൻ്റെ കൂട്ടുവേലക്കാരാകണം. ദൈവസ്നേഹം സാഹോദര്യ ബന്ധത്തിൽ പാലിക്കപ്പെടേണ്ടതായ ഒന്നാണ്. ഈ സ്നേഹം ചേതനയുള്ളതാണ്. സ്നേഹത്തിൻ്റെ പാരമ്യത അന്ധകാരവും ഭയവും ഉച്ചാടനം ചെയ്യുന്നു. കാരണം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്ന് തിരുവചനം പറയുന്നു. അതിനാൽ സാഹോദര്യ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ട് ദൈവത്തോട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് അബദ്ധവും അസാധ്യവുമാണ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുവാനും അവൻ്റെ മനുഷ്യത്വത്തെ ഉൾക്കൊള്ളുവാനും കഴിയാതെ ദൈവത്തെ സ്നേഹിക്കുവാനോ സേവിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. അതിനാൽ പരിമിതിയില്ലാത്ത സവിശേഷമായ സ്നേഹത്തിലാണ് സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരായി വിളിച്ച് ദൈവം നമ്മെ അടുപ്പിക്കുന്നത്. ഇവിടെ ഗായോസ് ദൈവസ്നേഹത്തിൻ്റെ കൂട്ടുവേലക്കാരനാണ് എന്ന ഉറപ്പ് ലേഖനകർത്താവിന് ഉണ്ടാകുന്നു. അത് ഗായോസിൻ്റെ കൂട്ടുവേലക്കാർ അഭിപ്രായപ്പെടുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഗായോസിനെ പോലെ ദൈവസ്നേഹത്തിൻ്റെ കൂട്ടുവേലക്കാരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമോ? രണ്ടാമതായിട്ട് ദൈവിക സാക്ഷ്യത്തിൻ്റെ കൂട്ടുവേലക്കാരായി തീരണം. വളരെ വ്യത്യസ്തമായ മാതൃകയും സാക്ഷ്യ ജീവിതവും നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് കൂട്ടുവേലക്കാർ പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഇവിടെ 3 യോഹന്നാൻ 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ ആകുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ തിന്മയായത് ചെയ്യാതെ സമാധാനത്തിലും സ്നേഹത്തിലും സാക്ഷ്യ ജീവിതം നയിക്കുക. അങ്ങനെ സ്നേഹത്തിൻ്റെ രുചികരമായ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ജാഗ്രതയും ഉത്സാഹവും ഉള്ളവരാകുക. സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നന്മ ചെയ്ത് സാക്ഷ്യം നിലനിർത്തുവാൻ ഗായോസിന് സാധിച്ചു. നാമും ജീവിക്കുന്ന ഈ ലോകം തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഗായോസിനെ പോലെ ജാഗ്രതയും ഉത്സാഹവുമുള്ളവരായി ദൈവിക സാക്ഷ്യം നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. ഗായോസിന് തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ പേര് അഥവാ ആ പേരിൻ്റെ അർത്ഥം നിലനിർത്തുവാനായിട്ട് സാധിച്ചു. എല്ലാവരുടെയും മുന്നിൽ സാക്ഷ്യ ജീവിതം നിലനിർത്തി പ്രശംസനീയനാകുവാനായിട്ട് ഗായോസിന് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവസ്നേഹത്തിൻ്റെ കൂട്ടുവേലക്കാരായി തീരുവാനും ദൈവിക സാക്ഷ്യം നിലനിർത്തുവാനും ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനും ദൈവസ്നേഹത്തിൻ്റെ വാഹകരായി തീരുവാനും അങ്ങനെ ഗായോസിനെ പോലെ അനുഗ്രഹകരമായി ജീവിക്കുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.